ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഞാനും തമ്മിലും രാവിലെ എണീറ്റിട്ട് താഴോട്ട് പോവാണ് കേട്ടോ. ആ കൊണ്ടോണ്ടിരിക്കുന്നത് ഇപ്പം എണീറ്റേ ഉള്ളൂ തമ്പുരു കുട്ടി. അല്ല തമ്പുരു ചിരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് താഴോട്ട് പോയി നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ മുകളിൽ നിന്ന് വരുമ്പം ജനലൊക്കെ ഒന്ന് തുറന്നിടുക. നല്ല കാറ്റും വെളിച്ചമൊക്കെ കയറും. ഞാനിവിടെ ഒരു പാളിയെ തുറക്കത്തുള്ളൂ. താഴെ പോകുമ്പം നമുക്ക് ഈ 2 ജനൽ തുറന്നിടാം. ഇവിടെ നല്ല വെട്ടവും കാറ്റും വരും. തമ്പുരിനെ നമുക്കിവിടെ ഒരു മാറ്റ് വിരിച്ച് കിടത്താം. അവൾക്ക് ടി വി ഇട്ട് കൊടുത്ത് അവൾ പാട്ടൊക്കെ കണ്ട് ഇരുന്നോളും. അപ്പോഴത്തേക്കും നമുക്ക് അടുക്കളയിട്ട് പോയി രാവിലത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ തമ്പുരുക്കുട്ടീനെ താഴെ കിടത്തിയിട്ട് ഞാൻ ജനലൊക്കെ ഒന്ന് കർട്ടൻസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നല്ല വെളിച്ചമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ മെയിനായിട്ട് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അടുക്കളയിലും ഹോളിലും ഒക്കെ ഭയങ്കര വെട്ടമാണ്, നല്ല വെട്ടം വരും. അപ്പോൾ അതൊന്ന് നീക്കി കൊടുത്താൽ നമുക്ക് നല്ല ലൈറ്റ് കിട്ടും, അതുപോലെ കാറ്റും ഉണ്ട്. അപ്പം ഞാൻ ഫ്രണ്ട് ഓരോന്ന് ഓപ്പൺ ചെയ്തിടാണ്. അപ്പോൾ കിച്ചണിൽ പോയപ്പോൾ ചാർലി ഇതാണ്ട് നമുക്ക് ഫുഡ് വേണം, അവന് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അവനും ഫുഡ് കൊടുത്തു. പെട്ടെന്ന് ഫുഡ് കഴിച്ച് തീർക്കും കേട്ടോ. അവന് മേടിക്കാനേ ഇവിടെ ടൈമുള്ളൂ ഫുഡ്. അങ്ങനെ ഞാൻ രാവിലെ ഒരു ചായയൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. എനിക്ക് രാവിലെ ഒരു ചായ അല്ലെങ്കിൽ കോഫി എന്തെങ്കിലും ഒന്ന് രാവിലെ കുടിക്കുമ്പോഴേ ഒരു ബാക്കി ജോലിയൊക്കെ ചെയ്യാനുള്ളൊരു ഉന്മേഷം കിട്ടത്തുള്ളൂ. അപ്പം ഞാനിതാ കിച്ചണിൽ ജനലൊക്കെ തുറന്നിട്ടു. അതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് മാവ് ദോശയും ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ചൂടാക്കിയെടുത്ത്. അപ്പോൾ ദോശയും ചിക്കൻ കറിയാണ്, നമുക്കത് തീർക്കണമല്ലോ രാവിലെ. അങ്ങനെ അതിനുള്ള പുറപ്പാടാണ് ഇപ്പം കാണുന്നത്. അങ്ങനെ രാവിലെ ചായ ഇടാൻ പോവാണ്. പാലൊക്കെ ഒഴിച്ചു. പാൽ ഞങ്ങൾ പശുവും പാലാട്ടോ ഞാൻ എടുക്കുന്നത്. ഞാൻ പ്രഗ്നൻസി ടൈമിലും പശുവും പാൽ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിവിടെ ഒരു അങ്കിൾ കൊണ്ടുവരും. അങ്ങനെ പാല് കാച്ചാൻ വെച്ചു. തേയിലയും, ഇന്നിപ്പോൾ ഞാൻ ചായ ഇടുന്ന തേയിലയും പഞ്ചസാരയൊക്കെ ഇട്ട് സെറ്റപ്പാക്കാനുള്ള പരിപാടിയിൽ നിൽക്കുവാണ്. ഓക്കെ, അപ്പം ചായ കുടിക്കാതല്ലേ മലയാളികൾക്ക് എന്തോ രാവിലെ ചായ കുടിച്ചാലേ ഒരു ഉന്മേഷം കിട്ടത്തുള്ളൂ. അപ്പോൾ ചായ ഇട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പം ഞാൻ ഏലക്ക ഇട്ടാട്ടോ ചായ ഇടുന്നത്. എനിക്ക് ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചേട്ടനും അതാണ് ഇഷ്ടം, ഏലക്ക ഇട്ട ചായ. അപ്പം ഞാൻ ഏലക്കയൊക്കെ ഇട്ട് അടിപൊളി ഒരു ചായ ഇടാണ്. പണ്ടൊട്ടേ ചായ ഇടാൻ മാത്രം ഒരു എക്സ്പേർട്ടാണ് കേട്ടോ. വീട്ടിൽ അമ്മയുടെ അവിടെ ആയിരുന്നാലും ആരെങ്കിലും ഗസ്റ്റ് വന്നാലും ഈവനിങ് ഒക്കെ എന്നെ കൊണ്ടായിരിക്കും അമ്മ ചായ ഇടിക്കുന്നത്. അപ്പം അമ്മ പറയും അപ്പം ചായയെങ്കിലും ഇടാം അറ്റ്ലീസ്റ്റ് എന്ന് പറയും. അങ്ങനെ ചായ ഇടാൻ എക്സ്പേർട്ടായി. അങ്ങനെ ഞാൻ ചിക്കൻ കറിയും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് വയ്ക്കാം. അപ്പോൾ തമ്പുരുക്കുട്ടി അവിടെ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ആളൊന്ന് കരഞ്ഞു തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ ഞാൻ ചടപടയെന്ന് ഓരോന്നും ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുവാണ്. അങ്ങനെ ചായയൊക്കെ ഇട്ട് ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളാവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ചെറിയൊരു ഷെൽഫുണ്ട്. അവിടെ അധികം ഒരുപാട് സാധനമൊന്നും ഞാൻ വച്ചിട്ടില്ല. പക്ഷേ സെറാമിക്കിൻ്റെ കുറച്ച് പ്ലേറ്റ്സൊക്കെ എനിക്ക് വയ്ക്കണം നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ചായക്കപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലാണ് ഞാൻ ചായ കുടിക്കുന്നത്. അങ്ങനെ തമ്പുരുക്കുട്ടി എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. അവൾക്ക് ടി വി കാണണ്ട, ഇങ്ങനെ എൻ്റെ കാല് എവിടെ കാണുന്നോ അവിടെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ എങ്ങോട്ട് പോകുന്നോ അതേ പൊസിഷനിലോട്ട് ഇങ്ങനെ ടേൺ ചെയ്ത് വരും കേട്ടോ. ഇപ്പം അതാണ് പരിപാടി ആളുടെ. അപ്പം ഈ മാറ്റൊക്കെ വിരിച്ചു കൊടുക്കുന്ന ചുമ്മാലൊന്നും കിടക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ടൈൽസിലോട്ട് പോകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ടൈൽസ് ഫ്ലോർ എപ്പോഴും ഞാൻ ക്ലീൻ ചെയ്തിടും, മോപ്പ് ചെയ്തിടും. ഇവിടെ മിക്കപ്പോഴും ഇങ്ങനെ ടൈൽസിലായിരിക്കും. ഇങ്ങനെ ഇപ്പോൾ ഇഴഞ്ഞു തുടങ്ങിയല്ലോ ആ ഒരു ടൈം. അപ്പം അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ച് തന്നെ ഞാൻ ചായ കുടിക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അടുത്ത ദോശ ചുടാൻ പോവാണ്. അതിന് ദോശ ചുടാൻ പോകുന്നതാണ് ഇപ്പം കാണുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് മാവും കൂടെ ഉള്ളൂ. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ
അങ്ങ് ദോശ ചുടാണ്. പിന്നെ ഭയങ്കര കുക്കിംഗ് എക്സ്പേർട്ട് ഒന്നും അല്ല, ജസ്റ്റ് ഇങ്ങനെ കുക്ക് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങനെ ഒരുപാട് ഫുഡൊന്നും വേണ്ട. ഞങ്ങൾ ചിലപ്പോൾ ഒക്കെ രാവിലെ ബ്രെഡ് ഓംപ്ലേറ്റും അങ്ങനെയൊക്കെ ആയിരിക്കും. ചേട്ടനും അത് മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ ചേട്ടനും അത്യാവശ്യം ഹെൽപ്പ് ചെയ്യും, കുക്ക് ചെയ്യും, ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കും ആൾ. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞാൻ ഇന്നിപ്പോൾ ദോശ ചുടുവാണ്. ദോശയും ചിക്കൻ കറിയും ഇന്നാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ സെറ്റ് ചെയ്യുകയാണ്. എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നേ? തമ്പു ടി വി നോക്ക്, ടി വി നോക്കി, ടി വി നോക്കി. അങ്ങനെ തമ്പുരു കുട്ടീനെ കരഞ്ഞപ്പോൾ ഞാനെടുത്ത് കയ്യിൽ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. കുറച്ച് നേരം കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളെ നമ്മൾ കയ്യിലെടുക്കണം, ആരെങ്കിലും ഒരാൾ കയ്യിലെടുത്ത് വെച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ കുറച്ച് നേരം ഞാനെടുത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ തമ്പുരുക്കുട്ടിയുടെ അച്ഛൻ്റെ കയ്യിൽ പോയി. അങ്ങനെ തമ്പുരുക്കുട്ടിയുടെ അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുവാണ്. നമുക്ക് ഇതൊക്കെ അങ്ങനെയൊക്കെ എടുക്കാനാണ് ഭയങ്കര ഇഷ്ടം. തലേ കുത്തനെ പറയണം, പോകണം, അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് പോകണം അവൾ, അതാണ് ഇഷ്ടം. അങ്ങനെ ഞാനും ചേട്ടനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നമ്മുടെ ദോശയും ചിക്കൻ കറിയും അല്ലേ, എന്തൊരു പാടാന്ന്. അങ്ങനെ നമ്മൾ ദോശയും ചിക്കൻ കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തമ്പുരു അവിടെ കിടപ്പുണ്ട്, പാട്ടൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. കാർട്ടൂൺ കണ്ടോ, എവിടേക്കോ നീങ്ങി നീങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുവാണേ. അത് കഴിഞ്ഞ് ഞാൻ തമ്പുരുൻ്റെ രാവിലത്തെ ഫുഡ് റെഡിയാക്കുവാണ്. അപ്പം ഞാൻ അവൾക്ക് ആദ്യമൊക്കെ സോളിഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കൂരവും ഏത്തക്ക കുറുക്കൊക്കെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് സെർലാക്ക് കൊടുക്കും. അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ കൊടുക്കുന്നത് മൾട്ടി ഗ്രെയിൻസിൻ്റെ ഒരു സെർലാക്കും. മധുരം ഇല്ല, അവൾക്ക് കുറച്ച് ഷുഗറൊക്കെ വേണം കേട്ടോ, ഇച്ചിരി മധുരമൊക്കെ വേണം. ഞാൻ പാൽപ്പൊടി ഒരു 2 ചെറിയ സ്പൂൺ ഇടും, പാൽപ്പൊടി കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഡേറ്റ്സ് ഇടും, അതൊക്കെ ഇഷ്ടം ആൾ കഴിക്കും. അപ്പോൾ ഡേറ്റ്സ് കൂടെ ഞാൻ ഇങ്ങനെ
എന്താ പറയുക, അതിൽ മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് മിക്സിയിൽ ഒരു 2 അടി അടിച്ച് വരുമ്പോൾ നല്ല പൊടിയായിട്ട് വരും, തരി പോലെ വരും. അങ്ങനെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ചെറിയ ചൂടുവെള്ളം തിളപ്പിക്കാൻ വയ്ക്കും. ചൂടുവെള്ളം ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട് അത് കൂടെ ഒഴിച്ച് ജോയിൻ ചെയ്ത് ഒരു സെമി തിക്ക് കൺസിസ്റ്റൻസിയിൽ വയ്ക്കും. അതാണ് ആൾക്ക് ഇഷ്ടം കേട്ടോ. നല്ല കഴിക്കും, അത് കഴിക്കാതെ ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് കഴിക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പം അത് ഞാൻ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുവാണ്. അങ്ങനെ അച്ഛനും മോളും ഇടയ്ക്ക് വന്ന് ക്യാമറ നോക്കി ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോയി. ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നതാണ് കേട്ടോ. വെള്ളം തിളപ്പിച്ചു. അത് കഴിഞ്ഞ് ഇതിങ്ങനെ മിക്സിയിൽ നിന്നെടുത്ത് അവളുടെ സെപ്പറേറ്റ് ഒരു ബൗളും സ്പൂണും ഉണ്ട് സിലിക്കോണിൻ്റെ തന്നെ. അതിലോട്ട് ഇട്ടിട്ട് ആണ് അവളുടെ ഫുഡെല്ലാം ഞാൻ സെർവ് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കുമോ എന്ന് ചോദിച്ചാൽ കഴിച്ചു ഒരുവിധം. പക്ഷെ ഞാൻ എൻ്റെ വീഡിയോ എടുത്തില്ല, എനിക്കെടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ബഹളമൊക്കെയാണ്. എന്ന് വെച്ചാൽ ഒരു ബഹളമായിരിക്കും, ഒരാളും കൂടെ വേണം. ഞാൻ ചേട്ടനും കൂടെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഒരു ഗുസ്തിയായിരിക്കും. ഒരാൾ പിടിക്കും, ഒരാൾ കൊടുക്കും, പിന്നെ ഓരോന്നൊക്കെ ചെയ്യും, പാട്ടൊക്കെ പാടും, ഡാൻസ് കളിക്കും, അങ്ങനെയൊക്കെ. അങ്ങനെ ഞാൻ ഉച്ചക്കത്തുള്ള തോരന് വേണ്ടി അരിയുന്നതാണ്. ക്യാരറ്റും ബീൻസും കൂടെ വെച്ചിട്ട് തോരൻ വയ്ക്കാം. ചോറ് ഞാൻ വച്ചു, ചോറ് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത് തോരൻ വയ്ക്കാനുള്ള പാൻ ചൂടാക്കാൻ വയ്ക്കുകയാണ്. ഓക്കെ, അപ്പം തോരൻ പ്രോസസ്സിലോട്ടാണ് ഇപ്പം പോകുന്നത്. കടുകൊക്കെ പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ തെറിച്ച് വിടുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പം തന്നെ കട്ട് ചെയ്ത് പെട്ടെന്ന് എടുത്തിടുന്നതാണ്. അങ്ങനെ തോരനൊക്കെ വെച്ച് അടിപൊളിയാക്കി. അങ്ങനെ തോരനായി. തോരൻ ഞാൻ ലാസ്റ്റത്തെ പ്രോസസ്സിലാണ്. ഞാനെല്ലാം ഇട്ടു ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് പതുക്കെ അടച്ച് വയ്ക്കാം. Ladies and gentlemen, here is my wife and daughter. അവർ കുളിച്ചിട്ടിപ്പം വരും. അങ്ങനെ ഉച്ചയ്ക്കത്തുള്ള ചോറ് നമ്മൾ കഴിക്കുന്നതാണ്. ചോറ്, തോരൻ, ഓംപ്ലേറ്റ് ഉണ്ട്. അങ്ങനെ നമുക്കത് മതി. അങ്ങനെ നമ്മൾ തൈരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് വെച്ച് കഴിച്ചു. അടുത്ത ഉച്ചയ്ക്ക് അവൾക്ക് ഫുഡ് കൊടുക്കുന്നതാണ് കേട്ടോ. ഈ കാണുന്ന അതാ ഇങ്ങനെ ഇതൊരു ബഹളമാണ് ഫുഡ് കൊടുക്കുമെന്ന് പറയുന്നത്. അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡ് ചെറുതായിട്ട് ചോറൊക്കെ പേസ്റ്റാക്കി, പിന്നെ തോരനിലെ ക്യാരറ്റൊക്കെ വെച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ മിക്സ് ചെയ്ത് തമ്പുരുവിന് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഈവനിങ് നമ്മൾ പുറത്തോട്ട് പോവാണ്. ജസ്റ്റ് ചുമ്മാ ഒരു ഔട്ടിങ്. നമ്മൾ ഡെയിലി മിക്ക ദിവസവും നമ്മളൊരു 3 o'clock 4 o'clock സമാധാനം ഇല്ല വീട്ടിലിരുന്നിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്നിപ്പം പുറത്ത് പോവാണ്. സോ നമുക്ക് അവിടുത്തെ ചെറിയ വീഡിയോസ് എടുക്കാം. അങ്ങനെ ഞങ്ങൾ മിലാനോ ഐസ്ക്രീം കഴിക്കാൻ കയറിയിട്ടോ. ഡീപ്പയിലുള്ള അവിടെ ചെന്നിട്ട് ഒരു കോഫിയും ഒരു ഐസ്ക്രീമും വാങ്ങിച്ചു. അത് തന്നെയായിരുന്നു നമ്മളവിടെ കഴിച്ചത്. എന്നിട്ട് നമ്മൾ ഇറങ്ങി. എവിടെയാണ് നമ്മളിപ്പോൾ? എവിടെ? യെസ്, മ്യൂസിയം. നിങ്ങളങ്ങനെ ചുമ്മാ മ്യൂസിയത്തോട്ട് വന്ന കേട്ടോ, ചുമ്മാ നടക്കാൻ വന്നതാണ്. നല്ല വെയിലുണ്ട്, ഈവനിങ് വെയിൽ. ഒരു 6 മണിയൊക്കെ ആയി. ഓക്കെ, അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിൽ കുറച്ച് നേരം നടന്നു. അങ്ങനെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. തിരിച്ച് നമ്മൾ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. ഞങ്ങളുടെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.